ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. നമ്മളിൽ പലർക്കും ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലോ മറ്റേതെങ്കിലും കാലഘട്ടങ്ങളിലോ ചികിത്സ കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയാതെ വരുന്ന ഒരു സമയം വന്നേക്കാം. ആ സമയം എത്തുമ്പോൾ ചികിത്സയെ സംബന്ധിച്ച് സ്വയം തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയും ആയേക്കാം. അത്തരം സാഹചര്യത്തിൽ തൻ്റെ ചികിത്സയെ സംബന്ധിച്ചും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങളെക്കുറിച്ചും ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടങ്ങൾ മുൻകൂട്ടി അറിയിക്കാൻ സഹായിക്കുന്ന ഒരു നിയമപരമായ രേഖയാണ് ലിവിങ് വിൽ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ലിവിങ് വിൽ എഴുതേണ്ടതെന്ന് നോക്കാം. ലിവിങ് വിൽ എഴുതേണ്ട സാഹചര്യം മനസ്സിലാക്കാനായി ഒരു ഉദാഹരണം പറയാം. 50 വയസ്സുള്ള ജോസഫ് എന്നൊരാൾ ഒരു വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോമയിലായി, അതായത് അബോധാവസ്ഥയിലായി. ഡോക്ടർമാർക്ക് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ പൂർണ്ണമായും ഭേദമാകാൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തി. ഇനി അദ്ദേഹത്തിൻ്റെ ജീവൻ വെന്റിലേറ്റർ പോലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ മാത്രമാണ് നിലനിർത്തേണ്ടത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു തീരുമാനമെടുക്കേണ്ടി വരും. ജീവൻ നിലനിർത്തുന്ന വെന്റിലേറ്റർ പോലുള്ള ഉപകരണങ്ങൾ ഒഴിവാക്കിയാൽ അതൊരു പക്ഷേ ജോസഫിൻ്റെ മരണത്തിന് കാരണമായേക്കും. എന്നാൽ ഇവിടെ ജോസഫ് നേരത്തെ ഒരു ലിവിങ് വിൽ തയ്യാറാക്കിയിരുന്നെങ്കിൽ അതിൽ തൻ്റെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ ചിലവേറിയതും ഫലപ്രാപ്തിയില്ലാത്തതുമായ ചികിത്സകൾ ഒഴിവാക്കാമായിരുന്നു. ഇതുമൂലം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു നിർണായക തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ മാനിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇനി മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ശ്രീനിവാസൻ എന്ന 70 വയസ്സുകാരൻ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നു. പിന്നീട് രോഗം ഗുരുതരമാകുകയും കൂടുതൽ ചികിത്സകൾ നൽകാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. വേദനകൾ കുറയ്ക്കാനുള്ള പാലിയേറ്റീവ് ചികിത്സ മാത്രമേ ഇനി സാധ്യമാകൂ എന്നും പറഞ്ഞു. രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തിന് സംസാരിക്കാനോ സ്വന്തം തീരുമാനമെടുക്കാനോ കഴിയുമായിരുന്നില്ല. ഇവിടെ അദ്ദേഹം നേരത്തെ ഒരു ലിവിങ് വിൽ തയ്യാറാക്കിയിരുന്നെങ്കിൽ അവസാന ഘട്ടത്തിൽ അനാവശ്യമായതും വേദന ഉണ്ടാക്കുന്നതുമായ റേഡിയേഷൻ പോലുള്ള ചികിത്സാ രീതികൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കാമായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനായി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾ നൽകുന്നതിനോ ഡോക്ടർമാർക്ക് ലിവിങ് വില്ലിലെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ കഴിയും. ചുരുക്കത്തിൽ, ഒരു വ്യക്തിക്ക് തൻ്റെ ചികിത്സയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തൻ്റെ കുടുംബാംഗങ്ങളെ ചികിത്സയെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിൽ സഹായിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ് ലിവിങ് വിൽ അഥവാ അഡ്വാൻസ് മെഡിക്കൽ ഡയറക്റ്റീവ്. ഇവിടെ ഒരു വ്യക്തിക്ക് താൻ കോമയിലോ പൂർണ്ണമായി കിടപ്പിലായി പോവുകയാണെങ്കിൽ വെന്റിലേറ്റർ പോലുള്ള ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ വേണമോ വേണ്ടയോ എന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും. കൂടാതെ ഏതെങ്കിലും രോഗങ്ങൾ കാരണം ചികിത്സകൾക്ക് സാധ്യതയില്ലാതെ വന്നാൽ തുടർ ചികിത്സകൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ആ വ്യക്തിക്ക് ലിവിങ് വില്ലിലൂടെ സാധ്യമാകും. ലിവിങ് വില്ലിൽ പറയുന്ന കാര്യങ്ങൾ എപ്പോൾ പ്രാബല്യത്തിൽ വരണമെന്ന് നിർദ്ദേശിക്കാൻ ആ വ്യക്തിക്ക് കഴിയും. ഇനി ലിവിങ് വിൽ ഇന്ത്യയിൽ നിയമപരമാണോ എന്ന് നോക്കാം. 2018 സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധിയിലൂടെയാണ് ഇതിന് നിയമപരമായി അംഗീകാരം ലഭിച്ചത്. അരുണ ഷാൻബാഗ് കേസിൻ്റെ തുടർച്ചയായി വന്ന കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലാണ് ലിവിങ് വില്ലിന് നിയമപരമായി അംഗീകാരം ലഭിച്ചത്. ഈ വിധിയിലൂടെ അന്തസ്സായി മരിക്കാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21 പറയുന്ന റൈറ്റ് ടു ലൈഫിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതുകൂടാതെ നിഷ്ക്രിയ ദയാവധം അഥവാ പാസീവ് യുത്തനേസിയയ്ക്ക് അംഗീകാരം നൽകുകയും ലിവിങ് വിൽ എങ്ങനെ തയ്യാറാക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പിന്നീട് 2023 ഈ മാർഗനിർദ്ദേശങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കി. ഇനി ഒരു ലിവിങ് വിൽ തയ്യാറാക്കുന്നതിനുള്ള പൊതുവായ നടപടിക്രമങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒരു ലിവിങ് വില്ലിൽ ഒരു വ്യക്തി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യാതൊരുവിധ സംശയങ്ങൾക്കും ഇട നൽകാതെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. താൻ സ്വബോധത്തോടെയാണ്, ആരുടെയും നിർബന്ധത്താലല്ല ലിവിങ് വിൽ തയ്യാറാക്കുന്നതെന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഒരു ലിവിങ് വില്ലിൽ പ്രധാനമായും താഴെ പറയുന്ന വിവരങ്ങൾ ഉണ്ടായിരിക്കണം. ലിവിങ് വിൽ തയ്യാറാക്കുന്ന വ്യക്തിയുടെ പേര്, ജനനത്തീയതി, മേൽവിലാസം എന്നിവ. തനിക്ക് മാരകമായ രോഗം ബാധിക്കുകയോ ജീവൻ രക്ഷിക്കാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥയിലെത്തുകയോ ചെയ്താൽ ഏതൊക്കെ ചികിത്സകൾ ഒഴിവാക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കണം. ഉദാഹരണത്തിന് വെന്റിലേറ്റർ, ഡയാലിസിസ്, ട്യൂബ് ഉപയോഗിച്ച് ആഹാരം നൽകൽ തുടങ്ങിയവ ഒഴിവാക്കാൻ നിർദ്ദേശിക്കാം. കൂടാതെ തനിക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൻ്റെ ചികിത്സയെക്കുറിച്ച് തീരുമാനമെടുക്കാൻ അധികാരപ്പെടുത്തിയ ആളിൻ്റെ പേരും വിവരങ്ങളും രേഖപ്പെടുത്തണം. ഇതൊരു ഫാമിലി മെമ്പറോ വിശ്വസ്ത സുഹൃത്തോ ആവാം. ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വന്നാൽ രണ്ടാമത് ഒരാളെ കൂടി ചുമതലപ്പെടുത്തുന്നത് നന്നായിരിക്കും. ലിവിങ് വിൽ എപ്പോഴാണ് പ്രാബല്യത്തിൽ വരേണ്ടതെന്ന് വ്യക്തമാക്കണം. അതായത് ചികിത്സയുടെ ഏത് അവസ്ഥയിലാണ് ലിവിങ് വിൽ ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമാക്കണം. അതായത് രോഗം അവസാന ഘട്ടത്തിലായി, ചികിത്സകൾ കൊണ്ട് ഇനി പ്രയോജനമില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്ന അവസ്ഥയിലാണോ മറ്റേതെങ്കിലും ഘട്ടത്തിലാണോ എന്ന് വ്യക്തമാക്കണം. ഒരു ലിവിങ് വിൽ നിയമപരമായി സാധുവാകണമെങ്കിൽ താഴെ പറയുന്ന നടപടികൾ നിർബന്ധമാണ്. ലിവിങ് വിൽ തയ്യാറാക്കുന്ന വ്യക്തി 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വേണം ഒപ്പിടേണ്ടത്. ഈ 2 സാക്ഷികളും സ്വതന്ത്രരും നിഷ്പക്ഷരുമായിരിക്കണം. ലിവിങ് വില്ലിൽ പറയുന്ന വിഷയങ്ങളിൽ സാക്ഷികൾക്ക് യാതൊരു താല്പര്യമില്ലെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി ഒപ്പിടണം.
അവസാനമായി 2 സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ ഒരു നോട്ടറി പബ്ലിക്കോ ഗസറ്റഡ് ഓഫീസറോ ലിവിംഗ് വിൽ അറ്റസ്റ്റ് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ ഒറിജിനൽ ഇത് തയ്യാറാക്കുന്ന വ്യക്തി സുരക്ഷിതമായി സൂക്ഷിക്കണം. ആവശ്യമുള്ള സമയത്ത് എളുപ്പത്തിൽ എടുക്കാൻ കഴിയുന്നവരിടത്ത് വേണം ഇത് സൂക്ഷിക്കേണ്ടത്. ആ വ്യക്തിയുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും വില്ലിൽ അയാൾ അധികാരപ്പെടുത്തിയവർക്കും ലിവിംഗ് വില്ലിൻ്റെ ഓരോ പകർപ്പ് നൽകുകയും അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയും വേണം. കാരണം ആ വ്യക്തി അബോധാവസ്ഥയിലായാൽ ഈ രേഖയെടുത്ത് ഡോക്ടറെ കാണിക്കേണ്ടത് അവരാണ്. ഈ വ്യക്തിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ ഈ രേഖയെക്കുറിച്ച് അറിയിക്കുകയും ഇതിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിന് നൽകുകയും വേണം. അപ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഡോക്ടർക്ക് സാധിക്കും. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് ലിവിംഗ് വില്ലിൻ്റെ ഒരു പകർപ്പ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ രജിസ്ട്രാർക്ക് നൽകണം. അടിയന്തര സാഹചര്യങ്ങളിൽ ലിവിംഗ് വില്ലിൻ്റെ ആധികാരികത പരിശോധിക്കാൻ ഇത് കോടതിയെ സഹായിക്കും. നിങ്ങളുടെ അഭിഭാഷകൻ്റെ പക്കൽ ലിവിംഗ് വില്ലിൻ്റെ ഒരു പകർപ്പ് സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. ഭാവിയിൽ എന്തെങ്കിലും ലീഗൽ ഡിസ്പ്യൂട്ട് വന്നാൽ ഇത് ഉപകാരപ്പെടും. ചുരുക്കത്തിൽ ലിവിംഗ് വിൽ തയ്യാറാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതും ബന്ധപ്പെട്ടവരെ അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുന്നതും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആൻഡിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.